പോലീസ് സ്റ്റേഷൻ്റെ ഭരണം ഇനി സബ് ഇൻസ്പെക്ടർമാർക്ക്. ആഭ്യന്തര വകുപ്പിൻ്റെ നല്ലൊരു തീരുമാനമാണ്. ഞാനൊക്കെ സബ് ഇൻസ്പെക്ടറായിട്ട് 8-10 വർഷം ജോലി ചെയ്ത ശേഷമാണ് സർക്കിൾ ഇൻസ്പെക്ടറായത്. തിരുവനന്തപുരം നഗരത്തിലെ 10-16 പോലീസ് സ്റ്റേഷനിലും SHO ആയിട്ട്, സബ് ഇൻസ്പെക്ടറായിട്ടും SHO സർക്കിൾ ഇൻസ്പെക്ടറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തെപ്പറ്റി ഓരോ സ്ഥലങ്ങളും, ഓരോ ഇഞ്ച് സ്ഥലവും എനിക്കറിയാം. ഇവിടം കൂടാതെ കട്ടപ്പന SI ആയിട്ടും ഇടുക്കി സബ് ഇൻസ്പെക്ടറായിട്ടൊക്കെ ജോലി ചെയ്ത് പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. എന്തായാലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ചാർജ് വഹിക്കേണ്ടത് സബ് ഇൻസ്പെക്ടർമാർ തന്നെയാണ്. സബ് ഇൻസ്പെക്ടർ ആയിക്കഴിഞ്ഞാൽ മൂവ്മെൻറ്റിനും ചിന്തയ്ക്കുമൊക്കെ ഒരു പക്വതയൊക്കെ വന്ന് നമുക്ക് ഗുണ്ടകളെയൊന്നും ചില കാര്യങ്ങളിലൊന്നും കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു തൻ്റേടം ഉണ്ടാകാതെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല സ്മാർട്ടായ ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ സബ് ഇൻസ്പെക്ടർമാർ തന്നെ വേണം. എങ്കിലേ ഗുണ്ടകൾ ഒഴുകുള്ളൂ, കാര്യത്തിന് പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുള്ളൂ. ഒരു പ്രശ്നം വന്നാൽ അത് പെട്ടെന്നായിട്ട് 24 മണിക്കൂറോ 48 മണിക്കൂറിനകം അത് തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ അതിന് കേസെടുത്തിട്ട് പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് അത് 30 ദിവസത്തിനകം മൈനർ കേസുകളിൽ ചാർജ് ഷീറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം. മർഡർ കേസൊക്കെയാണ് 90 ദിവസം. അത് സർക്കിൾ ഇൻസ്പെക്ടർമാർ ചെയ്തോളൂ. അപ്പം ഇതൊക്കെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അന്ന് നല്ല കൃത്യമായിട്ട് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഓരോ SHOമാരും മിടുക്കന്മാരാണെങ്കിൽ അവരുടെ കൺട്രോളിലുള്ള ഗുണ്ടകളൊക്കെ സ്ഥലം വിട്ടു പോകും. അത് തന്നെയല്ല, അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാവും. വളരെ ലോ ആൻഡ് ഓർഡർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നീങ്ങും. പൊതുജനങ്ങൾക്ക് വളരെയധികം പോലീസിനോട് അവർക്ക് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവും. പോലീസിൻ്റെ സഹായം എപ്പോഴും അഭ്യർത്ഥിക്കും. പോലീസിനെ അവരെപ്പോഴും ചേർത്ത് നിർത്തും. ഇപ്പം അങ്ങനെയല്ല. ചിലർക്കൊക്കെ നമ്മളറിയാം, പോലീസിൻ്റെ പ്രവർത്തനം കൊണ്ട് പോലീസിനെ പലരും കല്ലെടുത്തെറിയുന്ന കാണാം, അവരെ ചീത്ത വിളിക്കുന്ന കാണാം, പോലീസിന് എതിരായിട്ട് അവർ സംഘടിതമായിട്ട് ആക്രമിക്കുന്ന കാണാം. ഇതൊക്കെ പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടും അവർ നീതിരഹിതമായ ചില പ്രവർത്തന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. പോലീസ് എപ്പോഴും വളരെ കൃത്യമായി അവരവരുടെ ജ്യൂറിസ്ഡിക്ഷനിലുള്ള ആ സ്ഥലങ്ങൾ SHOമാർ രാത്രിയും പകലും പെട്രോളൊക്കെ സഞ്ചരിക്കുക. പോലീസ് ചെന്ന് ചേരാത്ത മലകളും അല്ലെങ്കിൽ ചെന്ന് വരാത്ത ഇടങ്ങളിലൊക്കെ പോലീസ് പോയിരിക്കണം. എല്ലാ സ്ഥലത്തും അവരുടെ പ്രസൻസ് ഉണ്ടാകണം. രാത്രിയും പകലും ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. 24 മണിക്കൂറും വർക്ക് ചെയ്യും. പൂന്തറയിലൊക്കെ വെടിവെപ്പ് സമയത്തൊക്കെ 7-ാം ദിവസമൊക്കെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെത്തിയത്. രാത്രിയും പകലും അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഓരോ പോലീസ് സ്റ്റേഷനിലുണ്ടാവും. അവിടുത്തെ പൊതുജനങ്ങൾ സുഖമായിട്ട്, അവിടുത്തെ ആൾക്കാർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നതിനും സുഖമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നതിനും, കള്ളന്മാരുടെയും മറ്റ് ഗുണ്ടകളുടെ ശല്യമില്ലാതെ ഉറങ്ങുന്നതിനും മറ്റും പോലീസിൻ്റെ സേവനം വളരെ കൃത്യമായിട്ട് രാത്രിയും പകലും ഉണ്ടായെങ്കിലേ നടക്കുകയുള്ളൂ. അങ്ങനെയാണ് പഴയ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ ഈ പുതിയ പരിഷ്കാരമൊക്കെ വന്നു കഴിഞ്ഞപ്പം മാറി. സർക്കിൾ ഇൻസ്പെക്ടറായാൽ ചിലപ്പം SHOമാരെന്ന് പറഞ്ഞാൽ 40-45 വയസ്സുള്ളവരൊക്കെ തന്നെയാണ് സർക്കിൾ ഇൻസ്പെക്ടറായി വരുന്നത്. അവർക്കൊന്നും ഓടിച്ചാടി നടക്കാനും കഴിയില്ല, കൃത്യമായി സ്പോട്ടിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു തലമുറ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആകുന്ന ചിലപ്പം 10-15 വർഷം കഴിഞ്ഞായിരിക്കും ചിലരാകുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ സബ് ഇൻസ്പെക്ടറായിട്ട് കയറുന്നത് തന്നെ 10-30 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സർക്കിൾ ഇൻസ്പെക്ടറായി വന്നാൽ നമ്മൾ SIമാർ ചെയ്യുന്ന പോലെ ഒരു ജോലിയൊന്നും അവരെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ചെറുപ്പക്കാരായ 21, 22, 21 വയസ്സുള്ള സബ് ഇൻസ്പെക്ടർമാരെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരിവിടെ വന്ന് എല്ലാ പോലീസ് സ്റ്റേഷനിലും അവർ വർക്ക് ചെയ്യട്ടെ. അവിടുത്തെ വെറ്ററന്മാരായ കോൺസ്റ്റബിൾമാരും ASIമാരൊക്കെ അവിടെ ഉണ്ടാവും. അവരുടെ പുറകെ നടന്ന എല്ലാ വിവരങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യണം. കുറേയൊക്കെ അവരുടെ അഡ്വൈസ് ചേർക്കണം. ഇല്ലെന്നുള്ള മേലധികാരികളുണ്ട്. അതുകൊണ്ട് പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ട്. സംശയമുള്ളവരൊക്കെ ചോദിക്കാം. എങ്കിലും പൊതുവെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി 1-2 വർഷത്തിനകം വരും. അതുകൊണ്ടാണ് ചെറുപ്പക്കാരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഏതായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അത് കൃത്യമായിട്ട് ഇപ്പം മനസ്സിലായി. അവർ DGPയുടെ റിപ്പോർട്ട് കൊടുക്കാം, ഇങ്ങനെ സജഷനുള്ള റിപ്പോർട്ട് കൊടുത്ത് ആഭ്യന്തര വകുപ്പിനെ അയക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും 421 പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നാണ് മനോരമയുടെ വാർത്ത ഞാൻ കണ്ടത്. എന്നാൽ അതിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ ആ നമ്പർ കൃത്യതയില്ല. എങ്കിലും 61 പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർമാർ ഇപ്പം കേരളത്തിൽ ഇരിക്കുന്നത്. 421 പോലീസ് സ്റ്റേഷൻ കൂടെ ചേർന്ന് കഴിയുമ്പം 484 പോലീസ് സ്റ്റേഷൻ പൊതുവേ ഉണ്ട്.
അപ്പോൾ ഏകദേശം 503 ഉണ്ടെന്നുള്ള നേരത്തെ ഒരു കണക്ക് വന്നിരുന്നു. അതുകൂടാതെ വനിതാ പോലീസ് സ്റ്റേഷനുണ്ട്. അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും ഈ പോലീസ് സ്റ്റേഷൻ്റെ പുറമെ മറ്റ് ചില യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പൊതുവെ നോക്കിക്കഴിയുമ്പോൾ ലോക്കലിലെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. 484 പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലുള്ളത്. അതിനകത്ത് 63 പേര് സർക്കിൾ ഇൻസ്പെക്ടർമാർ ചാർജിലായിരിക്കും. കാരണം അവിടെ 1000-ൽ കൂടുതൽ അല്ലെ 2000-3000 കേസുകളൊക്കെ ഒരു മാസം റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സർക്കിൾ ഇൻസ്പെക്ടർമാരെ ഇരുത്തണമെന്നുള്ള ഉദ്ദേശം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നേരത്തെ ഞങ്ങളുടെയൊക്കെ സർവീസ് കാലഘട്ടത്തിൽ തിരുവനന്തപുരം ഫോർട്ടിലും മട്ടാഞ്ചേരിയിലും അതുപോലെ കൊല്ലത്തും കോഴിക്കോടുമൊക്കെ ആയിരക്കണക്കിന് 2000-3000 കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അന്ന് സബ് ഇൻസ്പെക്ടർമാരാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു 4-5 വർഷം സർവീസുള്ള സബ് ഇൻസ്പെക്ടർമാരെ ഹെവി പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം അങ്ങനെയായിരുന്നു കേരളത്തിലെ പോലീസ് സംവിധാനം. അതിൽ നിന്നൊക്കെ മാറി പുതിയ പരിഷ്കാരം കണ്ട് മെച്യൂരിറ്റി ഇല്ലാത്ത IPS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സജഷൻസ് പലതും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് തന്നെ ഇപ്പം ഈ പുതിയതായിട്ട് SHOമാരാകുന്ന സബ് ഇൻസ്പെക്ടർമാർക്ക് ഒരു ഷോർട്ട് ടൈം പരിശീലനം കൊടുക്കും എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം അത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ മുതലേ പറയുന്ന ഈ എല്ലാ കോടതികളിലും ജില്ലാ കോടതികളിലും അവിടുത്തെ ചെറിയ കോടതിയിലും വലിയ കോടതികളൊക്കെ അതിനൊരു സൂപ്പർവൈഷന് അവിടുത്തെ പ്രോസിക്യൂഷന് അവിടെ കൃത്യമായിട്ട് സാക്ഷികളെ കൊണ്ടുവരാനും കൃത്യമായി പ്രതികൾ വരുന്നുണ്ടോ ഇല്ലെന്നും കൃത്യമായി അവിടെ ട്രയൽ നടത്താനുള്ള സംവിധാനം ഉണ്ടോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഒരു DYSPയുടെ കീഴിൽ ആക്കണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു. വർഷങ്ങളായിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. കാരണം അതിൻ്റെ കോർഡിനേഷൻ, കാരണം കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ ഈ ആൾക്കാരെ മുഴുവൻ നമുക്ക് ക്രിമിനലായിട്ടുള്ളവന്മാരെ ശിക്ഷിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് ആ DYSPയുടെ ചാർജിലുള്ള ഒരു ടീം ഉണ്ടായിരിക്കണം. കാരണം സാക്ഷികൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ക്രിമിനൽ കേസ് പലരും വിട്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു DYSP അതിന് പകരം ഇപ്പോൾ എന്തായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു സർക്കിൾ ഇൻസ്പെക്ടറെങ്കിലും ഒരു ജില്ലയിൽ പ്രോസിക്യൂഷൻ എയ്ഡിന് നിയോഗിക്കണം എന്ന് പറഞ്ഞ് നല്ല സജഷൻ. അതൊരു DYSP റാങ്കിലോട്ട് വരുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വേറെ ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നിടത്ത് ഇപ്പം ജില്ലാ ക്രൈം ബ്രാഞ്ചിൽ അവിടെയും 1-2 സർക്കിൾ ഇൻസ്പെക്ടർമാരും ഓരോ ജില്ലകളിലും അഡീഷണലായിട്ട് ഇൻ്റലിജൻസ് കളക്ഷനും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കാര്യത്തിന് ഒരു സർക്കിൾ ഇൻസ്പെക്ടർമാർ അഡീഷണലായിട്ട് ഇപ്പോൾ അതൊക്കെ പോലീസുകാരാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു DYSPയുടെ കീഴിലാണ് ഒരു ജില്ലയിൽ അവിടെ 1-2 സർക്കിൾ ഇൻസ്പെക്ടർമാരും കൂടെ പോസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യം. അതുപോലെ ക്രൈം ബ്രാഞ്ചിൻ്റെ ഒരു SI അല്ലെങ്കിൽ ഒരു CIയോ ഓരോ ജില്ലകളിലും അഡീഷണലായിട്ട് വരുന്നത് നല്ലതാണ്. അത് ക്രൈം ബ്രാഞ്ചിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യണോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഞങ്ങളൊക്കെ ലോക്കൽ പോലീസിൻ്റെ ഹെവി കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ക്രൈം ബ്രാഞ്ചിലെ SIT സ്പെഷ്യൽ ടീമിലൊക്കെ ആലുവ കൊട്ടക്കലയൊക്കെ ഞാൻ പോയത് അങ്ങനെയാണ്. ആലുവ കൊട്ടക്കല സമയത്ത് അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനും അവിടുത്തെ അങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്രൈം ബ്രാഞ്ചിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോക്കൽ പോലീസിനെ സഹായിക്കാൻ പോകുന്നത് നല്ല കാര്യങ്ങളാണ്. കാരണം കേസ് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ട് പോവുകയും അത് കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ആ കേസിൻ്റെ പ്രോസിക്യൂഷൻ കോടതി നടത്തുകയൊക്കെ ചെയ്യുന്നത് ക്രൈം ബ്രാഞ്ചുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ അങ്ങനെയാണ് ആ കേസുകളൊക്കെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതേ സംവിധാനം അവരുടെ ഒരു മേൽനോട്ടം ലോക്കൽ പോലീസിൽ വലിയ സീരിയസ് ആയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പം അവർ ക്രൈം ബ്രാഞ്ചുള്ളവർ അവരെ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത് നല്ലതാണ്. അതുപോലെ കോടതികളിലെ അവിടുത്തെ കേസ് ഡയറി എഴുതുക. കോടതിയിലെ ഇന്നിപ്പോൾ അതൊക്കെ കേരള പോലീസ് നിന്ന് പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പ്രോസിക്യൂഷന് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓരോ കേസിനകത്തും ആ പോലീസുകാരൻ ഓരോ കോടതിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാരൻ അവർ കേസ് ഡയറി എഴുതി അവിടുത്തെ SHOയെ കൊണ്ട് ഒപ്പിടിക്കണം. ആ കേസ് ഡയറി നമുക്കൊരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചാർജ് ഷീറ്റ് കോടതി കൊടുത്തോ എത്ര ദിവസം ട്രയലായി ഏതൊക്കെ പ്രതികളെ ശിക്ഷിച്ചു എന്നുള്ളതൊക്കെ ആ കേസ് ഡയറി തന്നെ വരണം. അതുകൊണ്ടാണ് പണ്ട് മുതലേ ആ കേസ് ഡയറിയുടെ ഒപ്പം കോടതി പോകുന്ന പോലീസുകാരനും കോർട്ടിലെ അവർ ഓരോ ദിവസത്തെ പോസ്റ്റിങ്ങും ട്രയൽ വിവരങ്ങളും ഒക്കെ ഡയറി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആ ഫയലിൽ അവിടുത്തെ SHOയെ കൊണ്ട് ഒപ്പിടിച്ച് ആ ഫയലിൽ തന്നെ വെക്കണം. അദ്ദേഹം അത് സ്ക്രൂട്ടനൈസ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പോലീസ് മറന്നു അല്ലെങ്കിൽ പിന്തുടരാതെ മേലുദ്യോഗസ്ഥന്മാർക്ക് അതേപ്പറ്റി വിവരമില്ലാത്തതുകൊണ്ട് അവരൊന്നും ഇതും സൂപ്പർവൈസ് ചെയ്യാതെ വന്നിരിക്കുന്നതാണ്. ധാരാളം കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോലീസ്
ചെയ്തുകൊണ്ടിരുന്നത്. പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് 4 വോളിയുണ്ട് PSO. അത് ഇപ്പോഴത്തെ തലമുറയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ക്രൈമിൻ്റെ കാര്യത്തിലായാലും ലോ ആൻഡ് ഓർഡർ കാര്യത്തിലായാലും വെടിവെപ്പിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും കൃത്യമായ രീതിയിലുള്ള സർക്കുലറുണ്ട് പോലീസിൽ. അതൊക്കെ പഠിക്കുന്നതാണ് പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. അതൊക്കെ ഇനിയെങ്കിലും ഈ ഫ്രഷായിട്ട് അവിടെ ട്രെയിനിങ്ങിന് വരുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ കാര്യങ്ങളും, കാരണം ആലപ്പുഴയിൽ ഇപ്പം നമ്മൾ കണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ 10 കൊണ്ട് 3-4 പേരെ അടിക്കുന്നത്. അങ്ങനെ ഒരു 10 പോലീസിലില്ല. അങ്ങനത്തെ അതൊക്കെ പ്രിസ്ക്രൈബ്ഡ് ആണ്. ലാത്തി ആയാലും ശരി, ഇത്ര ഇഞ്ച് നീളം, ഇത്ര ഇഞ്ച് വണ്ണം ലാത്തിക്ക് വേണമെന്നും. അതുപോലെ ആംസിൻ്റെ കാര്യത്തിലെല്ലാം കൃത്യമായ കാര്യങ്ങളാണ് പോലീസിൽ. കൃത്യമായ സർക്കുലറുണ്ട്. അതനുസരിച്ച് അതാണ് പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. അത് പഠിക്കണം. തോക്കിനകത്ത് നമുക്കറിയാം, തോക്ക് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും മിസ്ഫയർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപകടം ഉണ്ടാകും. ആംഡ് പോലീസിലും ഉള്ള സന്ദർഭത്തിൽ അവിടെയും ഇതുപോലെ തോക്ക് കയറുന്നിടത്ത് ഫയർ അവർ ശ്രദ്ധിക്കാതെ അതിനകത്തുനിന്ന് വെടിയുണ്ട വെളിയിലോട്ട് പോയി പലർക്കും പരിക്കേറ്റിട്ടുണ്ട്, പലരും മരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും DGPയുടെ സർക്കുലർ കേരളത്തിലുണ്ട്. ഈ കേരള പോലീസ് രൂപീകരിച്ച് അന്ന് മുതലുള്ള സർക്കുലർ ഉണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ SHOമാരെ പഠിപ്പിക്കണം. സബ് ഇൻസ്പെക്ടർമാർ അവർക്കത് മനസ്സിലാവും. പെട്ടെന്ന് അവർ തീർച്ചയായിട്ടും ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട്, ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞാൽ അവർ ലോക്കൽ പോലീസിലെ ട്രെയിനിങ് കുറച്ച് ദിവസം ഉണ്ടാവും, കോടതിയിലുണ്ടാവും, കളക്ട്രേറ്റിലുണ്ടാവും, RDOയുടെ അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വരുവാനായിട്ട് തീർച്ചയായിട്ടും അതിനും 1 വർഷം എടുക്കും. 2 വർഷം ബേസിക് ട്രെയിനിങ് കൂടാതെ 1 വർഷം കൂടെ കൂടി ഇങ്ങനെയുള്ള ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഒരു SHOയെ പോസ്റ്റ് ചെയ്യുന്നത്, സബ് ഇൻസ്പെക്ടറെ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള മികവും പഠനത്തിനുള്ള അവസരമുണ്ട് പോലീസ്. അത് വിനിയോഗിക്കണം. അത് സൂപ്പർവൈസ് ചെയ്യുന്ന മേലുദ്യോഗസ്ഥന്മാരത് കൃത്യമായി അവരെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് പോലീസിൻ്റെ ഇതുവരെയുള്ള പല പ്രവർത്തനങ്ങളും നമുക്ക് പൊതുജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പോലീസിനെ ഉപദ്രവിക്കുകയും പോലീസിനെതിരായിട്ട് കല്ലെറിയുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടിക്കാരും കൃത്യമായിട്ട് അവരവരുടെ അണികളെ പറഞ്ഞു നിർത്തണം. കാരണം ഇപ്പം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ അവിടെ വീട്ടിൽ വന്ന് ഉദ്യോഗസ്ഥന്മാരെ മർദ്ദിച്ച ആൾക്കാർ ജാമ്യം കിട്ടാതെ കിടക്കുകയാണ്. അതൊക്കെ തീർച്ചയായിട്ടും അതിനെ അനുകൂലിക്കാനൊന്നും പോലീസിന് കഴിയില്ല. അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവരെ ആ കേസിനകത്ത് പ്രതിയാക്കുന്നതിൽ നിയമ തടസ്സങ്ങളോ അതിനുള്ള ധൈര്യം പോലീസിന് വേണം. കാരണം ലോലെസ്നെസ് ഇവിടെ അത് കേരളത്തിലെ എല്ലാ മേഖലയിലും നമുക്കറിയാം, അത് അതീവമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനൊരു ശമനം ഉണ്ടാകണം. രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും പ്രതിഷേധിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഡിസിപ്ലിൻ അവർക്കും വേണം, പോലീസിനും വേണം. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ഒരു നല്ല പോലീസ് സേനയെ ഇവിടെ വാർത്തെടുക്കണം. ഏത് പൊതുജനങ്ങൾക്ക് എപ്പം വേണമെങ്കിലും രാത്രിയും പകലും പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരുടെ പ്രയാസങ്ങൾ, അവരുടെ പരാതികൾ പറയാനുള്ള അവസരം ഉണ്ടാകണം. പോലീസ് സ്റ്റേഷനിൽ എല്ലായിടത്തും രാത്രിയും പകലും വരുന്ന സ്ത്രീകളായാലും ശരി, പുരുഷന്മാരായാലും ശരി, അവർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം ടെമ്പററി ഷെഡായിട്ടെങ്കിലും അതിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തെങ്കിലും കെട്ടണമെന്ന് ഞാൻ പറഞ്ഞു. വന്നാൽ അവർ വിഷമിച്ച് മക്കളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ മകനെ കൊന്നതായിരിക്കും, അവരെ അമ്മയുടെ ദുഃഖത്തിലായിരിക്കും. അങ്ങനെയുള്ളവരെല്ലാം അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഓരോ പോലീസ് സ്റ്റേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അവർക്ക് അവിടെ ആവശ്യമുള്ള വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. പ്രാഥമികമായി ഇതെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സ് ആഭ്യന്തരമന്ത്രിക്ക് ഉണ്ടാകട്ടെ എന്നാണ്. കാരണം അദ്ദേഹത്തിന് അതറിയാം, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ. അതുകൊണ്ട് അത് നടപ്പാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്.